ദേശീയപാത 66 കാസർഗോഡ് തിരുവനന്തപുരം റീച്ചിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി. ദേശീയപാത നിർമ്മാണ വാദങ്ങൾക്കിടെയാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചിലയിടങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതും പലയിടത്തും വിള്ളലുണ്ടായതും നിർമ്മാണം വൈകിപ്പിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയാക്കിയിരുന്നു. വിഷയം രാഷ്ട്രീയ ചർച്ച കൂടിയായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് ഉൾപ്പെടെയുള്ളവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ കേന്ദ്രത്തെ അറിയിച്ചു. നിർമ്മാണത്തിലെ വീഴ്ചയിൽ NHAIക്ക് വീഴ്ച പറ്റിയെന്ന് കേന്ദ്രമന്ത്രി സമ്മതിച്ചു. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന മലപ്പുറം കൂരിയാട് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കും. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തോട് കേരളം നന്നായി സഹകരിക്കുന്നെന്ന അഭിപ്രായമാണ് കേന്ദ്രത്തിനെന്നും മന്ത്രി. എറണാകുളം ബൈപ്പാസിന് കേന്ദ്രാനുമതി ലഭിച്ചെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി, പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ എന്നിവയ്ക്കും കേന്ദ്രാനുമതി ലഭിക്കും. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ ഉത്തരവാദിത്തമില്ലാത്തതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി.